വ്യവസായി ഡോക്ടർ CJ റോയിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം. റോയ് മരിക്കുന്നതിന് മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തില്ലെന്ന് കണ്ടെത്തൽ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ലെന്ന IT വകുപ്പ് വാദവും പോലീസ് ശരിവയ്ക്കുന്നു. അബ്ദുൾ റഹീം വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. റഹീമെ, എന്താണ് SITയുടെ പുതിയ കണ്ടെത്തൽ? നിർണായകമാണല്ലോ വരുന്ന വിവരങ്ങളൊക്കെ. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരമാണ് കഴിഞ്ഞ ദിവസം CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം IT വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിനെ തള്ളുന്ന തരത്തിലുള്ള പ്രസ്താവന ഇന്നലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലോ മറ്റോ ഉണ്ടായിട്ടില്ല, ചില രേഖകളിലും മറ്റും ഒപ്പിടാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ അങ്ങോട്ടേക്ക് എത്തിയതെന്നും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന്, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി റൂമിൽ പോയി അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ജീവൻ വെടിയുകയുമായിരുന്നു എന്നുള്ളതായിരുന്നു IT വകുപ്പിന്റെ വാദം. ആ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഈ ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് പോലീസ് വ്യക്തമാകുന്നത്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ നടന്നിട്ടില്ല എന്ന IT വകുപ്പിന്റെ വാദവും ഈ CCTV ദൃശ്യങ്ങൾ ശരിവെക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും IT ഉദ്യോഗസ്ഥരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. റെയ്ഡിന് നേതൃത്വം നൽകിയ കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. അവരിപ്പോഴും ഈ ബംഗളൂരുവിൽ തന്നെ തുടരുകയാണ്. കാരണം ഈ റോയിയുടെ മരണത്തിന് ശേഷം ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ നിന്നെത്തിയ IT വകുപ്പ് ഉദ്യോഗസ്ഥർ. സ്വാഭാവികമായും ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി അവരോട് ഇവിടെ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാകും ഇനി മുന്നോട്ടുള്ള അന്വേഷണം, SIT മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ ഇനി നോക്കിയിരുന്ന് കാണേണ്ടി വരും. കാരണം കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചത് ഈ IT ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തത് മൂലം CJ റോയി സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളതായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ കർണാടക ഗവൺമെന്റ് തന്നെ ഇടപെടുകയും, അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി G പരമേശ്വരി അടക്കമുള്ളവർ ഇടപെടുകയും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനാണ് കഴിഞ്ഞ ദിവസം തന്നെ SITയെ രൂപീകരിക്കുകയും അത്തരത്തിലുള്ള അന്വേഷണത്തിലൊക്കെ കടക്കുകയും ചെയ്തത്. ഏതായാലും ഇനി എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു ദുരൂഹത ഇപ്പോഴും ബാക്കിയാകുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും അദ്ദേഹം റൂമിൽ പോയി, അതായത് ചില ഫയലുകൾ താൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് പോവുകയും സെക്യൂരിറ്റിക്കാരനെ യാതൊരു കാരണവശാലും ആരെയും അകത്തേക്ക് കടത്തി വിടരുത് എന്ന് നിർദ്ദേശം നൽകിയ ശേഷമാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. അതിനുശേഷമായാലും അദ്ദേഹം റൂമിൽ പോയി ഇരുന്ന് തന്റെ റിവോൾവർ വെച്ച് അദ്ദേഹം വെടിയുതിർത്ത് മരിക്കുകയും ചെയ്തത്. എന്തായാലും ആ വിഷയത്തിൽ പിന്നെ എന്തിനാണ് CJ റോയ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്താലും നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ശിവാജി നഗറിലുള്ള മൗലിക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് ഇറക്കുക. അതിനുശേഷം ബനാർഘട്ടിൽ പൊതുദർശനം നടക്കുകയും ചെയ്യും. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി ആയിരിക്കും ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഈ ഫോണിൽ നിന്ന്, അതായത് CJ റോയിയുടെ 2 ഫോണുകളും ഡയറിയും ഇന്നലെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ 2 ഫോണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ മറ്റോ ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ആ ഫോണുകൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഫോണുകൾ ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമാണ് എന്താണ് ആ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ നിർണായക രേഖകളോ മറ്റോ ഉണ്ടോ എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ആ ഫോണ് 2 ലോക്ക്ഡ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തുറന്നു പരിശോധിച്ചു എങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അതിലുണ്ടോ എന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിലും ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ബാക്കിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ശരി. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച്, വിവരങ്ങൾ അനുസരിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കേസ് അന്വേഷണം വേറെ രീതിയിലേക്ക് പോവുകയാണ്.
തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ കേട്ടിരുന്ന വാർത്തയോ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന രീതിയിലോ ഒക്കെ അല്ല. കുടുംബം അടക്കം, അദ്ദേഹത്തിന്റെ ഡോക്ടർ CJ റോയിയുടെ കുടുംബം അടക്കം ഇപ്പം IT ഉദ്യോഗസ്ഥരെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മാനസിക സമ്മർദ്ദമാണ് അദ്ദേഹത്തിന്റെ മരണ കാരണമെന്ന് പറയുമ്പോൾ, അവർ അന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നേ ഇല്ല എന്ന് പറയുമ്പോഴത്തേനും പിന്നെ എന്തായിരുന്നു മരണ കാരണം, എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായ പ്രകോപനം, എന്തിന് അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തു എന്നതിലേക്കടക്കം കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരുന്നു, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു.